ഒരു ഭരണ പക്ഷത്തിൻ്റെ മുഖ്യ പാർട്ടിയുടെ യുവജന സംഘടന ഒരു നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, ബംഗാളിൽ നമ്മളിത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ബംഗാളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. 2004 ഞാൻ ബംഗാളിൽ യാത്ര ചെയ്യുന്നത് ജ്യോതി ബസുവിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനാണ്. അന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യയാണ് ആ സംസ്ഥാനം ഭരിക്കുന്നത്. 2004 ഞാൻ അവിടെ സഞ്ചരിക്കുമ്പോൾ സ്റ്റേറ്റിൻ്റെ കയ്യിലല്ല ആ സംസ്ഥാനം, CPMൻ്റെ കയ്യിലാണ് ആ സംസ്ഥാനം. ഓരോ ഓർഗനും ഓരോ സേന പോലെയാണ് ബംഗാളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. TMCക്ക് അവിടെ പ്രവർത്തിക്കുവാൻ കഴിയുമായിരുന്നില്ല, കോൺഗ്രസിന് അവിടെ പ്രവർത്തിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഈ മമതാ ബാനർജി ഉണ്ടല്ലോ, അന്ന് ഡൽഹിയിൽ വന്ന് വലിയ പ്രതിഷേധ പരിപാടികളും ജാഥകളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് അടക്കം ആവശ്യം ഉന്നയിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. 2007 ഞാൻ ഒരിക്കൽ കൂടി ബംഗാളിൽ പോയി. അത് നന്ദിഗ്രാം റിപ്പോർട്ട് ചെയ്യാൻ അവിടെ കലാപം ഉണ്ടായ സമയത്ത്. അന്ന് എന്താ കണ്ടതെന്നറിയാവോ? ഈ സേന മുഴുവൻ CPMന് എതിരായി അണിനിരന്നു എന്നുള്ളതാണ്. വീട്ടിലിരുന്നു കൊണ്ട് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് കഫേ.